കഴിഞ്ഞ 30 വർഷത്തെ ബീഹാറിലെ ഇവരുടെ ഈ നമ്മുടെ ഭരണം അത് എടുത്തു നോക്കുവാണെങ്കിൽ ഈ മാറ്റം ആവശ്യമാണ് എന്നുള്ള ഒരു ചിന്താഗതി ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. യാത്ര ഫലമാണോ? രാജീവ് ഗാന്ധി നടത്തിയ യാത്ര നമ്മൾ കാണുവാണെങ്കിൽ അതിൽ പ്രതിഫലിച്ചിരിക്കുന്ന തിരക്കുകൾ, അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ ഒരു കൂട്ടായ്മ, തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള CPIM മറ്റുള്ള കക്ഷികളുടെ എല്ലാം പൂർണ്ണ സഹകരണത്തോടെ നടത്തിയ ജാഥ വലിയ വിജയമായിരുന്നു. അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ അത് വോട്ടിലേക്ക് മാറുകയാണെങ്കിൽ ഒരു ചേഞ്ച് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ നിതീഷിനെ മാറ്റണമെന്ന് ബീഹാറിലെ ആളുകൾ ആലോചിക്കുന്നുണ്ട്? ശരിക്കും ആലോചിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും അതേപോലെ തന്നെ ഭരണവിരുദ്ധ വികാരവും ജനങ്ങളിലുണ്ട്. അത് മാത്രമല്ല തൊഴിലില്ലായ്മ അത് വല്ലാത്തൊരു വിഷയമാണ് ഇവിടുത്തെ. പിന്നെ ഇപ്പൊ SIR വന്നത് അതും ജനങ്ങളിൽ എത്തിയിട്ടുണ്ട്. സാധാരണയായിട്ട് ഇവിടെ ജാതി വ്യവസ്ഥയെ അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എത്രയൊക്കെ രാഷ്ട്രീയം ഉണ്ടെന്ന് പറഞ്ഞാൽ അവസാനം ജാതിയിലാണ് വോട്ട് പോവുക. അങ്ങനെ വന്നാലും ഒരു എഡ്ജ് ഇന്ത്യ അലയൻസിന് കിട്ടാനുള്ള, മഹാഗഡ്ബന്ധിന് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോ BJPക്കാണോ എഡ്ജ് ഒരു ജാതി വ്യവസ്ഥയിലോട്ട് വന്നാലും? അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ഒരു സ്വാർത്ഥതയോട് പറഞ്ഞു കഴിഞ്ഞാൽ BJP ഗവൺമെന്റ് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. കാരണം ഇഷ്ടംപോലെ ഡെവലപ്മെന്റ് ഉണ്ട്. ഞങ്ങൾ 30-35 കൊല്ലം മുമ്പ് വന്നിരുന്ന സമയത്തെ ഇവിടുത്തെ അവസ്ഥയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇപ്പോഴും. അരുൺകുമാർ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മൾ വരുമ്പോൾ അറിയാമല്ലോ, ഈ പട്നയുടെയും ബീഹാറിന്റെയും മുഖച്ഛായ മാറുന്നു എന്നുള്ളതാണ്. കേന്ദ്ര ബജറ്റിലൊക്കെ വലിയ തോതിൽ പണം അനുവദിക്കുന്നു. ബീഹാറിന്റെ മുഖം മിനുക്കുകയാണ് നിതീഷ് എന്ന് പറയാം. പക്ഷെ അപ്പോഴും വലിയ ഈ വോട്ടറാധികാർ യാത്ര പോലുള്ള പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉയർത്തി ഇന്ത്യ അലയൻസിന് ജയിക്കാൻ കഴിയും, മഹാഗഡ്ബന്ധിന് ജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. ഏതായാലും ഇവിടുത്തെ അധ്യാപകരാണിത്, ഇവിടുത്തെ മാറ്റം കണ്ടവരാണ്. ഏതായാലും ഒരു കാര്യം, ഉള്ളിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RJD വരണം എന്നുള്ളതാണ്, ഇന്ത്യ ഘടകം മുന്നോട്ട് വരണം എന്നുള്ളതാണ് ആഗ്രഹം. മനസ്സിലെ RJDയും മഹാഗഡ്ബന്ധനും വരണമെന്നാണ്. പക്ഷെ വികസനം കണ്ടിട്ട് BJP വരണമെന്നാണ് ആഗ്രഹം. തീർച്ചയായിട്ടും അതാണ് കൃത്യമായ നിലപാട്. ഏതായാലും ഇതാണ് ബീഹാറിലെ സ്ഥിതി. വികസനം ഒക്കെ ഉള്ളതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറയാൻ വേണ്ടിയുള്ളത് കാണുന്നില്ല. നമ്മൾ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോഴും ഇപ്പോൾ ഒരു മാറ്റമുണ്ട് എന്നാണ് ആളുകൾ ആ മാറ്റത്തിന് മെയിൻ ഒരു കാര്യം വരാൻ പ്രശാന്ത് കിഷോർ ആയിരിക്കും. അത് അപ്പർ കാസ്റ്റിന്റെ വോട്ട് ഒത്തിരി കട്ട് ചെയ്യും. അവർക്ക് തന്നെ കുറെ 8-10 സീറ്റ് കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പം BJPക്ക് ചാൻസ് കുറയും ആ രീതിയിൽ നോക്കുമ്പോൾ. പ്രശാന്ത് കിഷോർ ഇപ്പോഴത്തെ എൻട്രി ദാറ്റ്സ് എ ബിഗ് പ്രോബ്ലം ഫോർ ദ BJP. ഏതായാലും നമ്മൾ പ്രശ്നമുണ്ടാകുന്നത്ര ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ വികസനമൊക്കെ ഉള്ളതുകൊണ്ട് പട്ന മെട്രോ വന്നു. ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ജനങ്ങൾ നോക്കുന്നില്ല. ഇവിടെ ജാതിയിൽ വ്യവസ്ഥമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ബേസിക്കലി. ഏതായാലും ജാതി വ്യവസ്ഥയാണ് നിശ്ചയിക്കുക. ഒപ്പം തന്നെ വികസന കാര്യങ്ങളുമുണ്ട്.